നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഫാത്തിഹയും സൂറത്തും ചൊല്ലുമ്പോൾ അഊദു ചൊല്ലേണ്ടതുണ്ടോ, അതോ ആദ്യത്തെ റക്അത്തിലെ ഫാത്തിഹയ്ക്ക് മുമ്പ് മാത്രമാണോ അഊദു ചൊല്ലേണ്ടത്? അത് നമസ്കാരത്തിലെ ഒരു കർമ്മമായിട്ടല്ല അഊദ് പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ മുമ്പായി നമ്മൾ നിർബന്ധമായും പിശാചിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അഊദു ചൊല്ലണം. അപ്പോൾ നമസ്കാരത്തിലാണ് എങ്കിലും നമസ്കാരത്തിൽ ഖുർആൻ പാരായണമുണ്ട്. അപ്പോൾ ആദ്യത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പായിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നോ തത്തുല്യമായിട്ടുള്ളതോ ചൊല്ലി പിശാചിൽ നിന്ന് രക്ഷ തേടണം. അത് നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധമാണ് അഊദു ഓതൽ. എന്നാൽ മറ്റുള്ള റക്അത്തുകളിലൊന്നും അത് ഓതേണ്ടതില്ല. മറ്റുള്ള റക്അത്തിലൊന്നും. കാരണം ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്താൽ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിൽ പിശാചിൽ നിന്ന് രക്ഷ തേടണം എന്നാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ അഥവാ ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിലാണ്, അത് ഒന്നാമത്തെ റക്അത്തിലാണ് തുടങ്ങുന്നത് നമ്മൾ. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ അതിനോട് തുടർന്നിട്ടാണ്. അത് പുതിയ ഒന്ന് തുടക്കമല്ല. അതിനിടയിൽ റുക്കുവും സുജൂദും ഒക്കെ വരുന്നുണ്ട് എങ്കിലും അടുത്തത് പുതിയ ഒരു തുടക്കമല്ല, നമസ്കാരത്തിൽ അതിൻ്റെ തുടർച്ച തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ള റക്അത്തുകളിലൊന്നും അഊദു ഓതേണ്ടതില്ല. ഒന്നാമത്തെ റക്അത്തിൽ മാത്രമാണ് അഊദു ഓതേണ്ടത് എന്നർത്ഥം.